വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം വിഷ് ചെയ്യുന്നേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങളുടെ കുറെ ക്വസ്റ്റ്യൻസിനുള്ള ഒരു ആൻസർ ആണ്. നമ്മൾ ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറെ ആൾക്കാർ കുറെ ഡൗട്ട്സും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറെ കുറെ ആൾക്കാരാണെങ്കിൽ കുറെ ഹൗസ് ബിൽഡിംഗ് കോഴ്സസിനെ പറ്റി ഡീറ്റെയിൽസ് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കോഴ്സസിന്റെയും എല്ലാ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയില്ലല്ലോ. നമുക്ക് ഒന്നെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാരോട് തിരക്കണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ നെറ്റിൽ കുറെ സെർച്ച് ചെയ്തിട്ട് അതിന്റെ ആൻസർ എല്ലാം കണ്ടുപിടിക്കണം. അപ്പൊ കുറെ പേരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നോക്കിയിട്ട് ഒരു ഡീറ്റെയിൽസ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അങ്ങനെയുള്ള ഹൗസ് ബിൽഡിംഗ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിനും നിങ്ങൾ കുറെ കോഴ്സസ് പറഞ്ഞതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ? അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഇടുക. നമുക്ക് പറ്റുന്ന പോലെ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ സോർട്ട് ചെയ്ത് നമ്മുടെ മാക്സിമം ബെസ്റ്റിൽ നമ്മൾ കമന്റ് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഹൗസ് ബിൽഡിംഗ് റിലേറ്റ് ചെയ്തിട്ട് ഒരു ഇമ്പോർട്ടന്റും മെയിനും ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, കമ്മിങ് ഇയേഴ്സിൽ, അതായത് ഒരു 2-3 ഇയേഴ്സിലൊക്കെ ഹൗസ് ബിൽഡിംഗ് ഇവിടെ നിർത്തുമോ എന്നുള്ളത്. ശരിക്കും അങ്ങനെ ഒഫീഷ്യലി ഇവിടെ എന്തെങ്കിലും ന്യൂസ് വന്നിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ ഒഫീഷ്യലി അതിനെപ്പറ്റി ഒന്നും കേട്ടിട്ടില്ല ഇതുവരെ, ടിൽ നൗ. നമ്മൾ അന്വേഷിച്ചപ്പോഴും നമുക്ക് അങ്ങനെ അറിയാൻ കഴിഞ്ഞത് ഇതുവരെ ഹൗസ് ബിൽഡിംഗ് നിർത്താൻ പോകുന്നു എന്നൊരു ഒഫീഷ്യൽ ന്യൂസ് എങ്ങൊന്നും വന്നിട്ടില്ല. പിന്നെ എവിടുന്നാണ് നിങ്ങൾ അത് അങ്ങനെ കണ്ടത്? മേ ബി ഇതുപോലുള്ള യൂട്യൂബ് ചാനൽസിൽ നിന്നോ വല്ലോ ആയിരിക്കാം. പക്ഷെ ഇവിടെ ഒഫീഷ്യലി അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. ബട്ട് ഫ്യൂച്ചറിൽ ഇമിഗ്രേഷൻ ലോസിൽ ചില വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അത് ബേസിക്കലി ഇപ്പൊ നമുക്ക് ഈ വർഷം ജൂലൈ 1 തൊട്ട് ഒരു ലോ ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷെ അത് അത്രയും വലുതായിട്ട് നമ്മളെ ഒന്നും ബാധിക്കേണ്ട ഒരു ഇതല്ല, ലോ അല്ല. നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം കണ്ടുപിടിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് ഫോക്കസ് ചെയ്ത് അത് പോവുക. അങ്ങനെ കുറെ ആൾക്കാർ അങ്ങനെ ഫേക്ക് ന്യൂസസ് അങ്ങനെ വിടുന്നുണ്ടായിരിക്കും, ബട്ട് അതൊന്നും കേൾക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നെറ്റ് സെർച്ച് ചെയ്ത് നോക്കുക, ജർമ്മനിയിൽ കറന്റ് ലോ എന്തുവാ, അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വന്നോ. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത് ഫസ്റ്റ്ലി നമ്മൾ ഒത്തിരി കേട്ട് വന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ ഇവിടെ കുറെ പൊളിറ്റിക്കൽ ഇഷ്യൂസും പാരലലി നടക്കുന്നുണ്ട്. ഈ ഇമിഗ്രൻസ് പുറത്തുനിന്ന് വരുന്ന രാജ്യക്കാരെ കൊണ്ടിട്ട് കുറെ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുള്ളത് കൊണ്ട് ചിലപ്പം ഫ്യൂച്ചറിൽ പുറത്തുനിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് ജോലിക്കും പഠിക്കാനും ഒക്കെ എടുക്കുന്നതിൽ റെസ്ട്രിക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ കറന്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളാവേ. അപ്പം കറന്റ്ലി ഇവിടെ ഹൗസ് ബിൽഡിംഗ് നിർത്താൻ പോകുന്നു എന്നൊരു ഒഫീഷ്യൽ ലോ ഇല്ല. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ബേസിക്കലി എപ്പോഴും വരുന്നതെന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് ഉണ്ടോ, ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നതിന് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നായിരുന്നു നമുക്ക് മെയിൻലി വരുന്ന ക്വസ്റ്റ്യൻ. അത് ആക്ച്വലി ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നതിന് നമുക്ക് ഇവിടെ എപ്പോഴും നമ്മൾ നോക്കാൻ നേരം നമുക്ക് കാണാം ഒരു ഏജ് ലിമിറ്റ് അവർ പറയുന്നുണ്ട്. 16 to 24, 27 ആ ഒരു ഏജ് ലിമിറ്റിനകത്തുള്ളവർക്ക് ചെയ്യാമെന്ന് പറയുന്നത്. അത് കൂടുതൽ യങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ ഹൗസ് ബിൽഡിങ്ങിന് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ അടുത്ത് കമന്റ് വന്ന കുറെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്, നമുക്ക് 34 വയസ്സായിട്ടുണ്ട്, 35 വയസ്സായിട്ടുണ്ട്, ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നത് നല്ലതാണോ എന്നൊക്കെ ചോദിച്ചപ്പോ ആ ഒരു പ്രായപരിധിയിൽ ചെയ്യാൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ബട്ട് എന്ത് പ്രശ്നം ഉണ്ടാകുന്നത് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വിസ അപ്ലൈ ചെയ്യാൻ നേരത്ത് ആ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യാൻ നേരത്ത് ഇവിടുന്ന് റിജക്ഷൻ ചിലപ്പോൾ ചാൻസസ് ഉണ്ടായേക്കാം. കാരണം ഇവിടുത്തെ നമ്മുടെ ഇമിഗ്രേഷൻ ഓഫീസോ അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ എംബസി എല്ലാം ചെക്ക് ചെയ്യാൻ നേരത്ത് അവർ വിചാരിക്കും നമുക്ക് ഇത്രയും പ്രായത്തിൽ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് നമ്മള് ആ സ്ഥലത്തുനിന്ന് വിട്ടു പോയി ജർമ്മനി ചാടാൻ വേണ്ടി നോക്കാനുള്ള ഇന്റൻഷനാ എന്നൊക്കെ അവർക്ക് തോന്നും. ചിലപ്പോൾ അതുകൊണ്ട് റിജക്ഷൻ ചാൻസ് വരാം. അവർക്ക് പഠിക്കാനുള്ള ഇന്റൻഷനേക്കാൾ കൂടുതൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ചാടാനാണ് എന്നായിരിക്കും വിസ വെരിഫിക്കേഷൻ സമയത്ത് അവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു റിജക്ഷന് സാധ്യത ഉണ്ടായേക്കാം. പിന്നെ അതുപോലെ എല്ലാ എംപ്ലോയേഴ്സും നമ്മൾ എടുക്കണമെന്നില്ല. ഹൗസ് ബിൽഡിംഗ് നമ്മൾ ഇത്രയും പ്രായത്തിൽ നമ്മൾക്ക് ഹൗസ് ബിൽഡിംഗ് നമ്മൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ നേരത്ത് ഇവിടുത്തെ എംപ്ലോയേഴ്സ് നമ്മൾ എടുക്കണമെന്നും മസ്റ്റ് അല്ല. അവർ നോക്കാൻ നേരത്ത് അവർക്ക് എങ്ങായിട്ടുള്ള ആൾക്കാരെ കിട്ടാൻ നേരത്ത് അത്ര നല്ലത്. അപ്പം അവർ ആ രീതിയിൽ ചിലപ്പോൾ നമ്മൾ എടുക്കാതിരിക്കാനുള്ള ചാൻസസും കാണും. ഇവിടെ ശരിക്കും 30 ഇയേഴ്സിലും 32 ഇയേഴ്സിലൊക്കെ ഇപ്പൊ എന്റെ കമ്പനിയിലാണെങ്കിൽ തന്നെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഈ കേസ് ശരിക്കും ഡിഫറെന്റ് ആയിരിക്കും. എംപ്ലോയീസിന് അത്രയും ഏജിലുള്ളവരെ എടുക്കാനും അവരുടെ ഇത് അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണും എന്നുള്ളതാണ് ബേസിക്കലി ഏജിനെ പറ്റി പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരാൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനസ്തേഷ്യ ടെക്നീഷ്യൻ കോഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് പറയാവുന്നുള്ളത്. അപ്പം ഇവിടെ ആക്ച്വലി അങ്ങനെ അനസ്തേഷ്യ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്, ഹൗസ് ബിൽഡിംഗ് കോഴ്സ് ഉണ്ട്. അതായത് ഹൗസ് ബിൽഡിംഗിന്റെ മെയിൻ റിക്വയർമെന്റ്സും പ്രോസസ്സും ഒക്കെ തന്നെ അത് നമ്മൾ നേരത്തെ നമ്മുടെ ഹൗസ് ബിൽഡിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 years ആയിരിക്കും മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ ഹാഫ് നമ്മൾ സ്റ്റഡീസ് നമ്മുടെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസും കാര്യങ്ങളും ആയിരിക്കും. പിന്നെ ഉള്ളത് പ്രാക്ടിക്കൽ ആയിരിക്കും വരുന്നത്.
പിന്നെ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ B2 പ്രൊഫഷൻസി ആണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്. പിന്നെ അതിന് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ സെക്കൻഡറി സ്കൂളിംഗ് നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കണം. നമ്മൾ എല്ലാവരും നമ്മുടെ ഹൗസ് ബിൽഡിങ്ങിന് ബേസിക് ആയിട്ടുള്ള എല്ലാ ക്രൈറ്റീരിയയും ഇതിനും ഉണ്ട്, ഇതിന് മീറ്റ് ചെയ്യണം. പിന്നെ ഏജ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് നമ്മൾ 17 ഇയേഴ്സ് എബോ ആയിരിക്കണം നമുക്ക് ഏജ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല 17 to 27, 28 ആ ഒരു ഇയേഴ്സിനുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ ഹൗസ് ബിൽഡിംഗ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ 17 തൊട്ട് നമുക്ക് ഹൗസ് ബിൽഡിംഗ് അപ്ലൈ ചെയ്ത് തുടങ്ങാം. പിന്നെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ജനറൽ ഹോസ്പിറ്റൽസ്, സർജിക്കൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ എമർജൻസി വാർഡ്സിലൊക്കെയാണ് മെയിൻ ആയിട്ട് അവർക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇൻ കേസ് നിങ്ങൾ ഓൾറെഡി ഒരു അനസ്തേഷ്യ ടെക്നീഷ്യൻ ഒക്കെ ആയിട്ട് ക്വാളിഫൈ ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ ഫോറിൻ ക്വാളിഫിക്കേഷൻ ഇവിടുത്തെ ജർമ്മൻ സ്റ്റാൻഡേർഡുമായിട്ട് അവർ കമ്പയർ ചെയ്ത് നോക്കും. കമ്പയർ ചെയ്യുമ്പോൾ അത് ഇവിടുത്തെ സ്റ്റാൻഡേർഡിന് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പെർമിറ്റഡ് ആയിരിക്കും. ഇൻ കേസ് അല്ല എന്നാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു എക്സ്ട്രാ കോഴ്സ് ഒക്കെ ചെയ്യേണ്ടി വരും. എക്സ്ട്രാ എക്സാംസും ഒക്കെ ചെയ്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ റെക്കഗ്നൈസ് ചെയ്യിപ്പിക്കേണ്ടതായിട്ട് വരും. ഇതൊരു മെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള ഒരു ഫീൽഡാണ് ഇത്. അതുപോലെ ഈ ഒരു കോഴ്സ് നമ്മൾ ഹൗസ് ബിൽഡിംഗ് ഇവിടെ വന്ന് പഠിക്കുവാണെങ്കിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു. ഈ നെക്സ്റ്റ് നമുക്ക് കുറെ പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു, നമ്മൾ ഇവിടെ ഹൗസ് ബിൽഡിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ രാജ്യത്ത് പോയിട്ട് ജോലി ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ ആൻസർ കഴിയും. യെസ്, കഴിയും എന്നുള്ളതാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ കൺട്രി, പിന്നെ നിങ്ങളുടെ പ്രൊഫഷൻ. നിങ്ങൾ ഏത് കൺട്രിയിലാണോ പോകുന്നത്, ഏത് പ്രൊഫഷനാണോ നിങ്ങൾ ഓൾറെഡി ചൂസ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് വേറൊരു കൺട്രിയിൽ പോകാമോ എന്ന് ചോദിച്ചാൽ. അതിൽ ഫസ്റ്റ്ലി നമുക്ക് പറയാനാണെങ്കിൽ യൂറോപ്യൻ യൂണിയനിലുള്ള കൺട്രീസ് നോക്കിയ ആൻഡ് സ്വിറ്റ്സർലൻഡ് നോക്കിയ അതിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോയി ഏത് കൺട്രീസിലും യുയിലുള്ള അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലോ നമുക്ക് എവിടെ വേണമെങ്കിലും പോയി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു കൺട്രിയിലെ അല്ലെങ്കിൽ അവിടെ പോകുന്ന ഏത് കൺട്രി ആണെങ്കിലും മോസ്റ്റ്ലി ജർമ്മൻ ആയിരിക്കും 2-3 കൺട്രീസ് സംസാരിക്കുന്നത്, പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പൊ പോകുന്ന എവിടെയാണോ അവിടുത്തെ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നൊരു കേസ് ഉണ്ട്. അതിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കാണിക്കേണ്ടതായിട്ട് വരും നമ്മൾ പോകുന്ന രാജ്യം അനുസരിച്ചിട്ട്. പിന്നെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വെരിഫിക്കേഷൻ പ്രോസസ്സും കാണാം. അപ്പോൾ ആ കൺട്രിയിൽ ഉള്ള എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടിയുള്ള ചില എന്തെങ്കിലും പ്രോസസ്സുകളൊക്കെ കാണാം. അപ്പോൾ അതും കൂടെ നമ്മൾ മീറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ യിലുള്ള മിക്ക കൺട്രീസിലും നമ്മുടെ ഹൗസ് ബിൽഡിംഗ് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക്കലി അത് റെക്കഗ്നൈസ്ഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഓസ്ട്രിയ, നെതർലാൻഡ്സ്, സ്വീഡൻ അങ്ങനെയുള്ള എല്ലാ കൺട്രീസിലും നമ്മൾ ഇവിടെ ചെയ്യുന്ന ഹൗസ് ബിൽഡിംഗ് എല്ലാം റെക്കഗ്നൈസ്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഹൗസ് ബിൽഡിങ്ങിന് തന്നെ നഴ്സിംഗ്, IT, മെക്കട്രോണിക്സ് ഇതെല്ലാം അവിടെയും നമുക്ക് റെക്കഗ്നൈസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന കൺട്രീസിൽ നമുക്ക് പോയി വർക്ക് ചെയ്യാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ലാംഗ്വേജ്, ആ കൺട്രിയുടെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പ്രോസസ് ഒക്കെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇനി നിങ്ങൾ ട്രൈ ചെയ്യുന്നത് ഔട്ട്സൈഡ് EU യൂണിയനിലാണെങ്കിൽ, അതായത് ഓസ്ട്രേലിയ, കാനഡ, USA അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെ ശരിക്കും ഹൗസ് ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി റെക്കഗ്നൈസ്ഡ് അല്ല. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് എക്സ്ട്രാ ഒരു റെക്കഗ്നിഷൻ പ്രോസസ്സ് കാണും, അല്ലെങ്കിൽ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ പ്രോസസ്സ്, അങ്ങനെ കുറെ പ്രോസസ്സിലൂടെയൊക്കെ പോകേണ്ടതായിട്ട് വരും. ഏത് കൺട്രിയാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതനുസരിച്ച് ആ കൺട്രിക്ക് ഒരു ഇവാലുവേഷൻ ഫ്രെയിംവർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിലൂടെ പാസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവിടെ റെക്കഗ്നൈസ്ഡ് ആവത്തുള്ളൂ. എന്ന് കരുതി നിങ്ങൾ ഇവിടെ പഠിക്കുന്ന ഹൗസ് ബിൽഡിംഗ് വാല്യൂ ഇല്ലാതായി പോകത്തില്ല കേട്ടോ. നിങ്ങൾ ഇവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്തതോ അതിന്റെ വർക്ക് എക്സ്പീരിയൻസും ഒക്കെ നിങ്ങൾ വേറൊരു കൺട്രി പോയി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു ജോബ് ബാക്ക്ഗ്രൗണ്ടിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപോലെ കാനഡ, US, UK പോലുള്ള രാജ്യങ്ങളിൽ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ അവിടെ സർട്ടിഫിക്കറ്റ് റെക്കഗ്നീഷനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറെ ഓർഗനൈസേഷൻ കാണും. ആ ഓർഗനൈസേഷൻ വഴിയായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ ഏത് രാജ്യത്താണോ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഇപ്പം മിക്കവാറും ഇംഗ്ലീഷ് ഒക്കെയാണ് ലാംഗ്വേജ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും മാർക്ക് ഷീറ്റും എല്ലാം നിങ്ങൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വേണം ജോബ് അപ്ലൈ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഫാർമസിസ്റ്റിന് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് പറയാമോ എന്ന് ചോദിച്ചിട്ട്. ഫാർമസിസ്റ്റ് ഒരു മെഡിക്കൽ റിലേറ്റഡ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹൈ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ജോബിൽ പെടുന്ന ഒരു റോള് തന്നെയാണ് ഫാർമസിസ്റ്റിൻ്റെത്. ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്ലി ഒരു 3,000 euro മേളിൽ കിട്ടും. ഒരു ബേസിക് സാലറി പറയാനാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് എനിക്ക് തോന്നുന്നു നല്ലപോലെ കിട്ടും, കുറച്ചുകൂടെ കിട്ടും. നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫാർമസിസ്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കലി റെക്കഗ്നൈസ്ഡ് അല്ല. അതായത് നമ്മൾ അവിടെ പഠിച്ചതും ഇവിടത്തെ ഒരു ഫാർമസിസ്റ്റിന്റെ ക്വാളിഫിക്കേഷനും ഇവരിവിടെ ഈക്വലന്റ് ആയിട്ടല്ല കാണുന്നത്. നിങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ജോബ് സെർച്ച് ചെയ്ത് വരാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് അതിനെ
ക്വാളിഫൈ ചെയ്യുന്ന രീതിയിലുള്ള എക്സാംസോ അല്ലെങ്കിൽ കുറച്ചൊരു ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതോടൊപ്പം നിങ്ങൾ ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആണെങ്കിൽ എന്തായാലും അത്യാവശ്യം നല്ല ജർമ്മൻ പ്രൊഫിഷ്യൻസിയും ആവശ്യമുണ്ട്. ഒരു B2 ലെവലൊക്കെയാണ് കൂടുതലും ഫാർമസിസ്റ്റിന്റെ മേളിലായിരിക്കണം. അത് നമുക്ക് FACNS എന്ന് പറയുന്നത്, അത് നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ടെക്നിക്കൽ രീതിയിൽ നമുക്ക് എല്ലാം അറിഞ്ഞിരിക്കണം. അപ്പൊ C1 അങ്ങനൊക്കെ ആ ലെവൽ നമുക്ക് വേണം ലാംഗ്വേജ്. അത് നമ്മൾ കൂടുതലും നമുക്ക് സംസാരിക്കേണ്ടതൊക്കെ വരുന്നത് ഇവിടുത്തെ നേറ്റീവ് ആയതുകൊണ്ട് തന്നെ B2 ആയിരിക്കത്തില്ല, C1 ഒക്കെയാണ്. നമ്മൾ നോക്കിയപ്പോൾ കണ്ടതെല്ലാം C1 C2 അല്ലെങ്കിൽ എബോ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ആണ് എല്ലാം കണ്ടത്. അപ്പോൾ വൺസ് നമ്മുടെ ആ ക്രെഡൻഷ്യൽസും നമ്മുടെ ലാംഗ്വേജിന്റെ സ്കിൽസും എല്ലാം ഇവിടെ അപ്രൂവ് ആയതിനു ശേഷം നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ലൈസൻസ് അവർ തരും. അപ്പം അങ്ങനെ ലൈസൻസ് കിട്ടിയാൽ നമുക്ക് ഏതെങ്കിലും ഫാർമസിയിലോ അങ്ങനെ എല്ലായിടത്തും അങ്ങനെ ഉള്ളിടത്തൊക്കെ പോയി നമുക്ക് വർക്ക് ചെയ്യാം, ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഫാർമസിസ്റ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം. ഇനി നിങ്ങൾക്ക് ഫാർമസിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഇവിടെ ജർമ്മനിയിൽ വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ജർമ്മൻ പ്രൊഫിഷ്യൻസി C1 ലെവൽ ആയിരിക്കും. അതേപോലെ ഒരു 4 years ഡ്യൂറേഷൻ ഉള്ള ഒരു കോഴ്സ് ആയിരിക്കും നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്. അതായത് പ്ലസ് പ്രാക്ടിക്കലും തിയറിയും എല്ലാം കൂടെ ചേർത്തിട്ട്. യൂഷ്വലി പബ്ലിക് യൂണിവേഴ്സിറ്റിയിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഫാർമസിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു €300 ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നിങ്ങൾ ഒരു ഫാർമസിസ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നത് ഹോസ്പിറ്റൽസിൽ, അതേപോലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഗവൺമെന്റ് ഏജൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യാം. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലെല്ലാം തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ജനറലി വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ. നെക്സ്റ്റ് ഹൗസ് ബിൽഡിംഗ് റിലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, +2 എത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 എബോവ് മാർക്കാണ് +2 നമുക്ക് വേണ്ടത്. അത് ഡിപ്പെൻസ് ഓൺ ദി നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, ആ എംപ്ലോയർ നോക്കും. അപ്പൊ നിങ്ങൾക്ക് അത്ര മാർക്ക് ആ ഒരു കോഴ്സിന് അത്ര മതിയെങ്കിൽ ഓക്കെ അവരെടുക്കും. അല്ലെങ്കിൽ ചില കോഴ്സസിനൊക്കെ 60 അല്ലെങ്കിൽ 60 മതിയായിരിക്കും. അപ്പം ചില കോഴ്സസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ മാർക്കുള്ളവരെ ആയിരിക്കും അവരെടുക്കുന്നത്. അത് ജനറൽ എത്ര കൃത്യം എന്ന് പറയാനായിട്ടൊരു നിങ്ങൾ അങ്ങനെ കട്ട് ഓഫ് അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾ നോക്കാൻ നേരത്തെ തന്നെ കാണുമായിരിക്കും ആ ഒരു എന്താ പറഞ്ഞ ആ ഒരു പൊസിഷനിൽ എത്ര മാർക്ക് വേണമെന്നൊക്കെ കാണിക്കുമായിരിക്കും. പിന്നെ എത്രത്തോളം മാർക്ക് ഉണ്ടോ അതനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. അതേപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു, നിങ്ങളിപ്പം +2 കൊമേഴ്സോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ ഒക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അതിനുള്ള ആൻസർ പറ്റുമെന്നാണ്. നിങ്ങൾ ഏത് സ്പെഷ്യലൈസേഷൻ ആണോ +2 പഠിച്ചതെന്നുള്ളതിന് അതൊരു മാറ്റർ അല്ല. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഏത് ഹൗസ് ബിൽഡിംഗ് വേണേലും ചൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അടുത്തത് നമ്മളോട് ഡീറ്റെയിൽസ് പറയാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക് ആയിരുന്നു ബാങ്ക് കൗഫ് മാൻ അല്ലെങ്കിൽ ബാങ്ക് കൗഫ് ഫ്രൗ ഹൗസ് ബിൽഡിംഗ് പറ്റിയിട്ട്. ബാങ്ക് ക്ലർക്ക്, അതെ, ബാങ്ക് ക്ലർക്ക്. അവർക്ക് മറ്റേ ഹൗസ് ബിൽഡിങ്ങിന് പറയുന്നത് പോലെ തന്നെ ഏകദേശം ഒരു 3 years ആണ് അവരുടെ കോഴ്സ് വരുന്നത്. അതിൽ പകുതി പ്രാക്ടിക്കലും പകുതി തിയറിറ്റിക്കൽ സെക്ഷൻസും ആയിരിക്കും വരുന്നത്. യൂഷ്വലി ഇവിടെ ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു August September ടൈമിലൊക്കെയാണ്. അതേപോലെ നിങ്ങൾക്ക് മിനിമം വേണ്ട റിക്വയർമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +2 അല്ലെങ്കിൽ എബോ ആണ്. ഒരു ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാവുമ്പോൾ കുറച്ച് എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളതായിരിക്കും ഈ ഒരു പൊസിഷന് നല്ലത്. അതേപോലെ ഈ ഒരു ഹൗസ് ബിൽഡിംഗ് ഞങ്ങൾ നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം, മറ്റുള്ള ഹൗസ് ബിൽഡിങ്ങിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ മന്ത്ലി സാലറി കൂടുതൽ കണ്ടത്. അതായത് ഇപ്പം നിങ്ങൾക്ക് അറിയാലോ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ കിട്ടുന്ന സാലറി ആയിരിക്കത്തില്ല സെക്കൻഡ് ഇയറിൽ കിട്ടുന്നത്. സെക്കൻഡ് ഇയറിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും തേർഡ് ഇയറിൽ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു പൊസിഷന് നോക്കിയപ്പം ഫസ്റ്റ് ഇയർ തന്നെ ഏകദേശം ഒരു 1150 അല്ലെങ്കിൽ 1100 യൂറോ ഒക്കെ ഫസ്റ്റ് ഇയർ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചില നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ 900 euros ഒക്കെ ആയിരുന്നു ഫസ്റ്റ് ഇയറിൽ കാണിച്ചത്. അപ്പൊ ഈ ഒരു ഹൗസ് ബിൽഡിംഗ് ചൂസ് ചെയ്ത് നിങ്ങൾ ഇവിടെ വരുമ്പോൾ അത്യാവശ്യം നല്ല സാലറി നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഈ പറഞ്ഞ സാലറി അല്ല നിങ്ങൾ ഏത് സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവേ. പിന്നെ നോർമലി നിങ്ങളൊരു ബാങ്ക് ക്ലർക്കായിട്ട് പഠിക്കുകയോ വർക്ക് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടി വരുന്നത് കൂടുതലും കസ്റ്റമർ സർവീസ്, അതേപോലെ അക്കൗണ്ട് മാനേജ്മെന്റ്, പിന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ ആ ഒരു പൊസിഷനിൽ നമ്മൾ നോക്കാൻ നേരത്ത് നമുക്ക് ബേസിക്കലി നമുക്ക് നല്ല സ്കിൽസ് ഉണ്ടായിരിക്കണം. ഫസ്റ്റ്ലി പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ നല്ലപോലെ ഉണ്ടായിരിക്കണം. മോസ്റ്റ് ഓഫ്
ദി ജോബ്സിന് നമുക്ക് എന്തായാലും ലാംഗ്വേജ് വേണ്ടി വരും. അപ്പോൾ എന്തായാലും ലാംഗ്വേജ് പ്രൊഫഷൻസി നമുക്ക് നല്ലതുപോലെ വേണം. പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് തരാൻ നേരം നമ്മൾ അത് അത്രയും സെൻസിറ്റീവായിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് അത്രയും റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ അതൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു സ്കിൽ ഉണ്ടായിരിക്കും. അതേപോലെ ഇത് കസ്റ്റമർ കമ്മ്യൂണിക്കേഷൻ കുറെ ഉണ്ടാവുന്ന ഒരു റോൾ ആയതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ നല്ല പക്കയായിരിക്കണം. അതേപോലെ നിങ്ങൾ ഈ ഫൈനാൻഷ്യൽ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ട്, അതായത് കണക്കുകളും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സ്കിൽ സെറ്റിൽ കണ്ടത്. പിന്നെ നമ്മൾ ഈ ഒരു പൊസിഷൻ ചൂസ് ചെയ്യാൻ നേരത്തെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫർദർ പൊസിഷനിലോട്ട് നമുക്ക് പോകാൻ പറ്റും. അതായത് കുറച്ചുകൂടെ ഹൈ പോസ്റ്റിലോട്ടൊക്കെ പോകാൻ പറ്റും. അതായത് ഇപ്പം ഇവിടെ പറയും ബാങ്ക് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു പൊസിഷനിലോട്ട് പോകാൻ പറ്റും. അത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പഠിക്കണമെങ്കിൽ അങ്ങനെ പറ്റും. നമുക്കിപ്പോൾ MBA ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് പോകുന്നത് കൊണ്ട് നമുക്ക് നല്ല ഫ്യൂച്ചറിൽ കുറച്ചും കൂടെ ഹയർ ലെവലിലോട്ട് പോകാൻ പറ്റും. അതുപോലെ നമുക്ക് സാലറി പാക്കേജും അതുപോലെ കൂടും. നിങ്ങൾ ഈ ഒരു ഹൗസ് ബിൽഡിംഗ് എടുത്ത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ സാലറി ഒരു 2500 എബോവ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ ഈ ഒരു ഹൗസ് ബിൽഡിംഗ് നാട്ടിൽ നിന്ന് എത്ര പേര് ചൂസ് ചെയ്ത് ഇവിടെ വരുന്നുണ്ടെന്ന് എക്സാക്ട് നമുക്ക് അറിയത്തില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ കമന്റിൽ കണ്ടതുകൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഇവിടെയുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ ഈ ഒരു ഹൗസ് ബിൽഡിംഗ് ചൂസ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. മേ ബി നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് തന്നെ ജോബ് സൈറ്റിൽ കയറി അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ജർമ്മനിയിൽ വന്നിട്ട് നമ്മൾ ഹൗസ് ബിൽഡിംഗ് ഒക്കെ പഠിച്ചതിന് ശേഷം നാട്ടിൽ പോയിട്ട് നമുക്ക് ഫെർദർ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാനോ പറ്റുമോ, അത് വാലിഡ് ആണോ എന്നുള്ളതായിരുന്നു. ആക്ച്വലി നമ്മുടെ ഇവിടെ നമ്മൾ ജർമ്മനിയിൽ ചെയ്യുന്ന ഹൗസ് ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് നാട്ടിൽ വാലിഡ് ആണ്. പക്ഷെ അത് ഇക്വലന്റ് ആണോ എന്ന് ചോദിച്ചാൽ എല്ലാ കേസസിലും അത് ഇക്വലന്റ് അല്ല. അപ്പൊ അതിലൊരു കേസ് വരാനാണ് നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് സെക്ടേഴ്സ്. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള MNCസിലൊക്കെ നമ്മളിവിടെ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അവിടെ പോയി വർക്ക് ചെയ്യാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതൊക്കെ നടക്കും. കാരണം അങ്ങനെ ഇത്രയും വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് ആയതുകൊണ്ട് അവിടെ നമുക്ക് ഈ ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് അവിടെ ഈസി ആയിട്ട് നമുക്ക് അവിടെ ബോഷ്, സീമെൻസ് അങ്ങനത്തെ കമ്പനികളിലൊക്കെ നമുക്ക് അവിടെ ഡയറക്ട്ലി പോയി വർക്ക് ചെയ്യും. അതൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മൾ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ കമ്പനീസിൽ അവിടെ പോയി നമ്മൾ ഈ ഹൗസ് ബിൽഡിംഗ് വെച്ച് കൊടുക്കാൻ ജോലിക്ക് വേണ്ടി അങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കിയാൽ അവർക്ക് ഈ ഹൗസ് ബിൽഡിംഗ് അല്ലെങ്കിൽ വൊക്കേഷണൽ ട്രെയിനിങ് കൊണ്ട് ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല. സോ അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ച ആ എല്ലാം ജർമ്മനിലായതുകൊണ്ട് ഫുള്ളി നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും ഇംഗ്ലീഷിലോട്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഇവിടെ ചെയ്ത ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ അവിടുത്തെ HR-നും കാര്യങ്ങൾക്കുമായിട്ട് നമ്മളെല്ലാം കൊടുക്കേണ്ടി വരും. എന്നിട്ട് അവർ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം മാത്രം, അതിന് ചാൻസസ് ഉണ്ട്, കിട്ടത്തില്ല എന്നല്ല, കിട്ടും. ഇന്ത്യൻ കമ്പനീസ് അങ്ങനെ കുറച്ചുകൂടെ നോക്കും അവർ. അപ്പൊ നോക്കി നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തതിനു ശേഷം മാത്രം അവര് അസസ്മെന്റ് എല്ലാം കഴിഞ്ഞ ശേഷം മാത്രം നമ്മളെ എടുക്കത്തുള്ളൂ. ഇപ്പൊ നാട്ടിൽ ഇനി നിങ്ങൾ വന്നിട്ട് ഒരു ഗവൺമെന്റ് ജോലിയാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹൗസ് ബിൽഡിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെന്റ് ജോലിക്കൊക്കെ പോകുമ്പോൾ സ്യൂട്ടബിൾ ആവണമെന്നില്ല. കാരണം ഇന്ത്യൻ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് മാത്രമായിരിക്കും അവർ ഗവൺമെന്റ് ജോലിയിൽ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ചിലപ്പം എക്സ്ട്രാ റെക്കഗ്നീഷൻ പ്രോസസ് ഒക്കെ ഇന്ത്യയിൽ ചെയ്യേണ്ടി വരും. ബട്ട് അത് അവിടെ എത്ര കോമൺ ആണെന്നുള്ളതിനെ പറ്റി നമുക്ക് അറിയത്തില്ല കേട്ടോ. നിങ്ങൾ ഇനി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഗ്ലോബൽ കമ്പനീസോ അല്ലെങ്കിൽ എബ്രോഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് പഠിച്ചു ഇവിടെ ജോലി ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം നല്ല വാല്യുബിൾ ആയിട്ട് അവർ കരുതുന്ന ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ നാട്ടിൽ, അതായത് ഇന്ത്യയിൽ വന്നിട്ട് ഫർദർ ആയിട്ടുള്ള ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഹൗസ് ബിൽഡിംഗ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഒരു ഡിഗ്രി ആയിട്ടോ ഡിപ്ലോമ ആയിട്ടോ ഒന്നും അവർ കൺസിഡർ ചെയ്യത്തില്ല. പക്ഷെ നിങ്ങളൊരു MBA, BBA പോലെയുള്ള കോഴ്സസ് ഒക്കെ ചേരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്പോൾ അവർ അതിനെ ഒരു വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു ഹയർ സ്റ്റഡീസ് ഒക്കെ പോകാൻ നേരത്ത് ഒരു ടിപ്പിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഒക്കെ ആയിരിക്കും നോർമലി റിക്വയർമെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അതൊക്കെയാണ് ആ ടോപ്പിക്കിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗസ് ബിൽഡിംഗ് ഇൻ ടൂൾ ആൻഡ് ദി സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് വെക്സോയിക് മെക്കാനിക്കൽ എന്ന് പറയും. അത് ആക്ച്വലി നമ്മൾ നോർമൽ ഹൗസ് ബിൽഡിംഗ് പോലെ തന്നെ 3.5 വർഷം അതിന്റെ ഡ്യൂറേഷൻ ഉണ്ട്. അതിനൊരു ഏജ് ലിമിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതും കാണും. പിന്നെ അത് ബേസിക്കലി തിയററ്റിക്കലി ചെയ്യുന്നത് പോലെ പ്രാക്ടിക്കലിയും കൂടുതൽ ഇന്റൻസീവ് ആയിട്ട് ഉള്ള ഒരു കൈൻഡ് ഓഫ് കോഴ്സ് ആണ്. നമ്മൾ ഈ ഒരു ഹൗസ് ബിൽഡിംഗ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ സ്റ്റേറ്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നത് വെക്സോയിക് മെക്കാനിക്കൽ എന്ന് പറയും. ആ ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടും 3 വർഷം കഴിയുമ്പോഴത്തേക്കും. പിന്നെ ഇതിൽ ഫസ്റ്റ് ഇയറിനകത്ത് ബേസിക്കലി വരുന്നത് നമ്മുടെ ഡ്രില്ലിങ്, മില്ലിങ്, ഫയലിങ്, വെൽഡിങ്, മെഷറിങ്, ഇങ്ങനത്തെ ഉള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് വരുന്നത്. കൂട്ടത്തിൽ സേഫ്റ്റി പ്രൊട്ടക്ഷനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരും.
അപ്പൊ സെക്കൻഡ് ഇയറിനകത്ത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. അതായത് നമ്മുടെ ടെക്നിക്കൽ ഡ്രോയിങ് ഒക്കെ കണ്ടാൽ മനസ്സിലാക്കാനും പിന്നെ അസംബ്ലി അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ ക്വാളിറ്റി കൺട്രോളും ഇതൊക്കെ ആയിരിക്കും സെക്കൻഡ് ഇയറിനകത്തോട്ട് വരുന്നത്. ഇനിയും ഫൈനൽ തേർഡ് ഇയറിലോട്ട് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് പ്രോഗ്രാമിംഗ് CNC റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്തും വരുന്നത്. നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഡെവലപ്ഡ് ആയി നമുക്ക് കുറച്ചും കൂടെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും തേർഡ് ഇയറിനകത്തോട്ട് വരുന്നത്. ഇതിന്റെ ഒരു ട്രെയിനിങ് സമയത്ത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടുന്ന ഒരു സാലറി എന്ന് പറഞ്ഞാൽ 950 യൂറോസ് മുതൽ 1000 അല്ലെങ്കിൽ 1050 യൂറോസ് ഒക്കെ വരെ ആയിരിക്കും നമുക്ക് 1000 യൂറോയ്ക്കകത്തായിരിക്കും നമുക്കൊരു ഫസ്റ്റ് ഇയറിൽ കിട്ടുന്നത്. പിന്നെ കുറച്ചുകൂടെ കിട്ടും സെക്കൻഡ് ഇയർ. ഒരു 100 യൂറോ അങ്ങനെ കൂടുതലായിരിക്കും സെക്കൻഡ് ഇയർ കിട്ടുന്നത്. തേർഡ് ഇയറിൽ കുറച്ചും കൂടെ 200 യൂറോ കൂടുതൽ കിട്ടും. അങ്ങനെ പോകും. അപ്പൊ നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യാൻ പറ്റും, മെറ്റൽ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യാം, പിന്നെ ടൂൾ മാനുഫാക്ചറിങ് കമ്പനീസിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് ശേഷം നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫർദർ വേറെ എന്തെങ്കിലും പഠിക്കാനും പറ്റും. നമുക്ക് ബാച്ചിലേഴ്സ് പഠിക്കാം, ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് പഠിക്കാം. അങ്ങനെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലെവൽ കുറച്ചും കൂടെ ഫർദർ നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് IT ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ പറ്റുമോ, IT ഹൗസ് ബിൽഡിങ്ങിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നൊക്കെയായിരുന്നു. IT ഹൗസ് ബിൽഡിംഗിന് ശരിക്കും അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഹൗസ് ബിൽഡിംഗ് സെക്ഷൻ തന്നെയാണ്. പക്ഷെ നാട്ടിൽ നിന്ന് ഇവിടെ എത്ര പേര് IT ഹൗസ് ബിൽഡിംഗ് വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ പേഴ്സണലി നമുക്ക് ആരെയും തന്നെ അറിയത്തില്ല നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഹൗസ് ബിൽഡിംഗ് പഠിച്ചതായിട്ട്. നമ്മൾ കുറച്ച് ആൾക്കാരോട് തിരക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് നാട്ടിൽ നിന്ന് ഏജൻസിക്കാരും തന്നെ IT ഹൗസ് ബിൽഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ വിസ പ്രോസസ്സിന് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് സത്യത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും IT ഹൗസ് ബിൽഡിംഗ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ആൾക്കാരായിരിക്കും കൂടുതൽ അത് ചെയ്യുന്നത്. ഇപ്പം എന്റെ കമ്പനിയിലൊക്കെ തന്നെ IT സെക്ടറിൽ ഒരുപാട് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല രാജ്യത്തു നിന്നുള്ളതുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ആൾക്കാരെ കൂടുതൽ ഇങ്ങോട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാത്തത് എന്നുള്ളത് നമുക്കറിയത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ IT ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷെ അതിന്റെ വിസ പ്രോസസ്സിംഗും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ആയിരിക്കും എന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയത്തില്ല കേട്ടോ. ഏജൻസിക്കാരുടെ എപ്പോഴും ഏജൻസി റിലേ ചെയ്യാതെ തന്നെത്താനെ നോക്കുക, തന്നെത്താനെ IT ഹൗസ് ബിൽഡിങ്ങിന് വേക്കൻസീസ് ഉണ്ടോ നോക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. നമ്മൾ തന്നെത്താൻ അപ്ലൈ ചെയ്ത് ഈ ഏജൻസി റിലേ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ തന്നെത്താൻ അപ്ലൈ ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് വന്നൊരു ചോദ്യം എന്ന് പറയുന്നത് PTA എന്ന് പറയുന്നത്. PTA എന്ന് പറഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് ഇവിടെ എങ്ങനെയാണ്, ഇവിടെ കോഴ്സസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് കുറച്ച് ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അതിൽ ബേസിക്കലി അതെന്ന് പറയുന്നത് ആ ഒരു ജോബ് എന്ന് പറയുന്നത് നമ്മൾ ഫാർമസിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുക. ഒരു എവിടെയാണെന്ന് വെച്ചാൽ ഫാർമസിയിലോ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലോ ഒക്കെ ഹെൽപ്പ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ജോബ് റോള്. അപ്പൊ ആ ഒരു കോഴ്സ് നമ്മൾ പഠിക്കണമെങ്കിൽ അത് 2.5 വർഷത്തെ കോഴ്സാണെന്ന് തോന്നുന്നു. അത് 2 വർഷം നമ്മൾ സ്കൂൾ ഓറിയന്റഡ് ഉള്ള കുറച്ച് കാര്യങ്ങളും ട്രെയിനിങ്ങും കാര്യങ്ങളായിട്ട് പോകും. 6 മാസം ബാക്കിയുള്ള 6 മാസം നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യും. ഇനി അതിന്റെ ബേസിക് റിക്വയർമെന്റ് ആയിട്ട് പറയുന്നത് മിനിമം നിങ്ങൾ +2 എങ്കിലും പാസ്സായിരിക്കണം. അതുപോലെ നിങ്ങൾക്ക് B2 ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം. ഇനി ഈ ഒരു കോഴ്സിന്റെ കരിക്കുലം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫാർമസ്യൂട്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സബ്ജക്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതേപോലെ ഒരു ഇന്റേൺഷിപ്പിന്റെ സമയത്ത് ഒരു 6 months ഇന്റേൺഷിപ്പ് പറഞ്ഞല്ലോ, ആ സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റിന്റെ അണ്ടറിൽ ഒരു പബ്ലിക് ഫാർമസിയിലായിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടാവുക. നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 700 യൂറോസ് തൊട്ട് 950 യൂറോസ് ഒക്കെ വരെ ആയിരിക്കും ഇന്റേൺഷിപ്പിന്റെ സമയത്ത് സാലറി ആയിട്ട് കിട്ടുക. നിങ്ങളെല്ലാം കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്കൊരു 2000 യൂറോസ് അല്ലെങ്കിൽ 2500 യൂറോസ് ഒക്കെ ആയിരിക്കും സ്റ്റാർട്ടിങ് സാലറി ആയിട്ട് ഉണ്ടാവുക. ഈ കോഴ്സ് പഠിക്കുന്ന സമയത്ത് മിക്ക പബ്ലിക് യൂണിവേഴ്സിറ്റിയിലും ഫീസ് എന്ന് വെച്ചാൽ ഫ്രീ ആയിരിക്കും. ജസ്റ്റ് സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ നോർമലി ഇവിടെ ഈ ഒരു കോഴ്സ് തുടങ്ങുന്നത് സെപ്റ്റംബർ മന്തിലൊക്കെ ആയിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അതേപോലെ നിങ്ങൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കൺട്രിയിൽ വേണേലും വർക്ക് ചെയ്യാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഏത് കൺട്രിയിലാണോ നിങ്ങൾ പോകുന്നത് അതനുസരിച്ചുള്ള റെക്കഗ്നിഷൻ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ചെയ്യേണ്ടി വരുന്നത്. പിന്നെ കുറെ കമന്റ്സിലൊക്കെ നമ്മൾ കണ്ടൊരു കാര്യമായിരുന്നു, എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഹൗസ് ബിൽഡിംഗ് ചൂസ് ചെയ്യാനായിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരെ പറ്റി. അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പേഴ്സണലിയും കമന്റിലും ഒക്കെ കുറെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് പറയാനുള്ളത് ശരിക്കും നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്, നിങ്ങൾ എന്ത് കോഴ്സ് ചൂസ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പൊ ഒരു എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഹൗസ് ബിൽഡിംഗ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞത് നമ്മൾ പേഴ്സണലി അതിന് സജസ്റ്റ് ചെയ്യുന്നില്ല. അത് പ്രാക്ടിക്കലി നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ അത് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് അതേ പറ്റത്തുള്ളൂ, അതിൽ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നാണെങ്കിൽ ഓക്കെ ഫൈൻ, അത് നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ
നിങ്ങളുടെ താല്പര്യം പോലെ. എന്താന്ന് വെച്ചാൽ ഈ ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഡിഗ്രിയോ ഡിപ്ലോമയോ ഒന്നുമല്ല, അതൊരു വൊക്കേഷണൽ ട്രെയിനിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അതിന്റെ ഹയർ ഇത് പഠിക്കാനായിരിക്കും ശ്രമിക്കേണ്ടത്. ഇപ്പൊ ഹൗസ് ബിൽഡിംഗ് പഠിച്ചെന്ന് കരുതി ഒരു കുഴപ്പമില്ല, എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് ഹൗസ് ബിൽഡിംഗും പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ചു വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ ഒരാൾക്ക് ഇവിടെ കിട്ടുന്ന സാലറി ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾ ഒരു എഞ്ചിനീയർ കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് പഠിച്ച് ഇവിടെ കയറുന്ന ഒരാൾക്ക് കിട്ടുന്ന സാലറിയും ഡിഫറെന്റ് ആയിരിക്കും. എല്ലാ എംപ്ലോയീസിനും ഒരു സ്കെയിൽ കാണും സാലറി കൊടുക്കേണ്ടതിന്, ഒരു കുറെ ബേസിക് പോയിന്റ്സ് കാണും. അതിൽ പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്. ഇതല്ല, അത് നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്യൂച്ചറിൽ കിട്ടുന്ന സാലറിക്കും കാര്യത്തിനും ഒക്കെ കുറച്ച് ഡിഫറൻസ് കാണും. പക്ഷെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് ഈ ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ ചിലരുടെ കേസിൽ ഇപ്പൊ അവർക്ക് ഇവിടെ വന്നിട്ട് ഒരു 2 years അല്ലെ 3 years പൈസ കയ്യിൽ നിന്ന് എടുത്ത് പഠിക്കാനും ബ്ലോക്ക്ഡ് എമൗണ്ട് ഇട്ട് കാണിക്കാനും ഒന്നും കാണത്തില്ലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് അത് പ്രശ്നമുള്ള കാര്യമല്ല. ഹൗസ് ബിൽഡിംഗോ എടുത്ത് നിങ്ങൾ ഇവിടെ വന്ന് ഫർദർ ആയിട്ട് പഠിച്ചു പോകാൻ പറ്റും. അല്ലാന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഒരു ഹയർ എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് ഞങ്ങൾക്ക് പേഴ്സണലി തോന്നുന്നത്. അതും ബെറ്റർ ഹൗസ് ബിൽഡിംഗ് എപ്പോഴും എടുക്കുന്ന ഇയർലി സ്റ്റേജിൽ ചെയ്യാൻ നോക്കുക. +2 കഴിഞ്ഞ് നേരെ ഹൗസ് ബിൽഡിംഗ് എടുക്കാൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇയർലി ഏജിൽ തന്നെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കി തുടങ്ങാൻ പറ്റും, നല്ല കുറച്ച് നോളജ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതല്ല കുറച്ച് കഴിഞ്ഞിട്ട് പോയി പിന്നെ നമ്മൾ അങ്ങ് ഒന്നേന്ന് ഫ്രം സ്ക്രാച്ച് തുടങ്ങുന്നത് അത്രയും നല്ലതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല, അതുകൊണ്ട് പറഞ്ഞു. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസിന്ന്. നമ്മൾ വിചാരിക്കുന്നു ഓൾമോസ്റ്റ് നമ്മൾ റിപ്ലൈ തരാം അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും നമ്മൾ റിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പറയാം, അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ട് പറയാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇനി നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. Until then, ബൈ ബൈ.